ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് മുളകും മല്ലിയൊക്കെ ഈ വെയിലും ഒന്നുമില്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണക്കിയെടുക്കാനൊക്കെയുള്ള മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അയർലൻഡിലേക്ക് പോകാനായിട്ട് കുറച്ച് മുളകും മല്ലിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് കഴുകിയെടുക്കുക എന്നുള്ളതാണ്. ശരിക്കും നല്ല പൊടിയും അഴുക്കുമൊക്കെ ആയിട്ടാണ് വന്നത്. ഈ ഒരുമിച്ച് ബക്കറ്റിലിട്ടിട്ട് കുറച്ച് വെള്ളത്തിലിങ്ങനെ ഒലച്ചെടുക്കുന്നതാണ്. അപ്പോൾ എത്രത്തോളം അഴുക്ക് പോകുമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ കുറേശ്ശെ മുളക് എടുത്തിട്ടാണ് കഴുകുന്നത്. ഒരുപാട് നേരം നമ്മൾ മുളക് വെള്ളത്തിൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം മുളകിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ട് പിന്നെ നമുക്ക് ഉണക്കിയെടുക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മുടെ ആ ഞെട്ടും കൂടെ കളയാതെ വേണം നമ്മൾ ഇതൊന്ന് കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ടിട്ടാണ് ഇതുപോലെ കുറച്ച് മുളകുകളൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ കഴുകിയെടുത്തിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഇങ്ങനെ ഈ ബക്കറ്റിലൊക്കെ ഇട്ട് ഉലർത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മുളകെല്ലാം വേണ്ട ഇതുപോലെ നല്ലതായിട്ട് കഴുകിയതിന് ശേഷം തോർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. തോർക്കാനായിട്ട് നമ്മളൊരു കുഴിയുള്ള പാത്രം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പാത്രത്തിലാണ് നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് ആ ഒരു വെള്ളമൊക്കെ തോർത്തിയെടുത്തത്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു കോട്ടൺ തുണിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒപ്പിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു വെള്ളം പെട്ടെന്ന് വലിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മല്ലി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലിയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് മല്ലിക്കകത്താണെങ്കിൽ ഒരുപാട് കുറേ കല്ലും അതും ഇതും വേസ്റ്റുകളും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മക്കളൊക്കെ ഇരുന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടെ കുറേശ്ശെ ആയിട്ട് മല്ലിയൊക്കെ നോക്കി ഇതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മല്ലിയും കഴുകി വെച്ചു. അപ്പോൾ ഈ മല്ലിയും മുളകും ഒക്കെ നമ്മൾ കോട്ടൺ തുണിയിൽ കുറച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ പിടിക്കും. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് വെയിലത്തിടാനായിട്ട് തന്നെ ഉപയോഗിച്ചത് ഒരു കോട്ടൻ്റെ ഒരു ടൈപ്പ് സാധനമാണ് നമ്മളത് ഇട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഇതിൽ തന്നെ കുറേ മുളകിൻ്റെയൊക്കെ വെള്ളം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തോത്തിയെടുത്തൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. നല്ലതായിട്ട് ഉണങ്ങണമെങ്കിൽ നല്ല വെയിലും 2-3 ദിവസത്തെ വെയിലും ഒക്കെ വേണം. അപ്പോൾ നമുക്കിങ്ങനെ വരുന്ന സമയത്ത് നമുക്കതിപ്പം ഒത്തിരി ദിവസം ഇട്ട് ഉണക്കിയൊന്നും എടുക്കാൻ സമയമില്ല കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് പലരും ഇത് കോട്ടൺ തുണിയിൽ കെട്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഡ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനും വേണ്ട, വാഷിംഗ് മെഷീനിലും ഡ്രൈ ചെയ്തെടുക്കേണ്ട. നമ്മളിപ്പം ഈ ഒരു ജസ്റ്റ് കുറച്ച് ഉണക്കമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പുറത്തിട്ടൊന്ന് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് വെള്ളം വാർന്നത് മാത്രമേ ഉള്ളായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു മുളക് കൊണ്ടുപോയിട്ട് നമ്മുടെ അടുത്തൊക്കെ മുളക് പൊടിക്കുന്ന മില്ലുകളുണ്ടല്ലോ, അവിടെ ചോദിച്ചാൽ മതി. പല മില്ലുകളിലും ഇത് വറുത്ത് കിട്ടുന്ന സൗകര്യമുണ്ട് കേട്ടോ. എല്ലാ മില്ലുകളിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞങ്ങളുടെ അടുത്തുള്ളവർത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് തോർത്തി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ വറുത്ത് തന്നെ അവിടുന്ന് തന്നെ ഡ്രൈ ചെയ്ത് വറുത്ത് നമുക്ക് പൊടിച്ച് തരും. അപ്പോൾ അതിന് നമുക്ക് ചിലപ്പം സാധാരണ പൊടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് കൂടുതലാകുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ കഴുകി ഉണക്കി ആ മുളകും മല്ലിയും ഒക്കെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു അറിവ് ഇതുവരെയും അറിയാത്തവരൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ മുളകും മല്ലിയൊക്കെ അങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു മില്ലിൽ തന്നെയാണ് ഇത് ഡ്രൈ ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ച് തരുന്നത്. അപ്പം വേണ്ട നമ്മളിപ്പോൾ ഇതൊക്കെ റെഡിയാക്കി ജസ്റ്റ് ഒന്ന് തോർത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മില്ലിൽ കൊണ്ടുപോയി പൊടിക്കാനൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുറച്ച് നേരത്തെ ഉച്ചവെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയൊക്കെ നന്നായിട്ടൊക്കെ ഉണങ്ങിയിരിക്കുന്നത്. ഇത് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ കോട്ടൺ തുണിയിലൊക്കെ നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഫാനിൻ്റെ അടിയിലിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് തോർത്തിയെടുത്തതിന് ശേഷം നമ്മുടെ ആ അടുത്തുള്ള മില്ലിൽ ചോദിച്ചിട്ട് ആ സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ഡ്രൈ ചെയ്ത് പൊടിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചാൽ മതി. അപ്പം ഇന്ന് നമ്മുടെ ഈ ഒരു മുളകൊക്കെ പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് വൈകിട്ട് നല്ലൊരു മഴയും ഉണ്ടായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞതായിട്ട് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളുടെ ഈവനിങ് ഇന്ന് ഇങ്ങനെ പോയി. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.